ചേലേമ്പ്ര സംവാദം അത് മുടക്കാൻ ഭയങ്കര പദ്ധതി ഇട്ടുപോലെ. അപ്പം ഞാനെന്ത് ചെയ്തു, ആദ്യം തന്നെ ഇവർക്കറിയാം അവിടുത്തെ കുട്ടികളെ ഏൽപ്പിച്ചാൽ അത് മുടങ്ങും എന്നറിയാം. അപ്പം നമ്മളെ കൊണ്ടോട്ടിയിലെ ഫായിസും അങ്ങനെയുള്ള നമ്മളെ മക്കളാണ് അതിൻ്റെ മുഴുവൻ സംഘാടകരും. സ്റ്റേറ്റ് കമ്മിറ്റി മുടക്കാൻ വേണ്ടി ചേലേമ്പ്രയിലെത്തി. അപ്പോൾ ഓല് പറഞ്ഞത് ഞങ്ങളെടുത്തുനിന്ന് വിട്ടിന്, ഇത് ഓല് നടത്തണാണെന്നോ. സംവാദം ഉഷാറായി നടന്നു. പിറ്റേ ദിവസം സംവാദത്തിൻ്റെ അവലോകനവും സ്വീകരണവുമായി ആ ചേലേമ്പ്രയിൽ ഒരു വലിയ സുന്നി സമ്മേളനം വിളിച്ചു. ആളുകളൊക്കെ ഒരുമിച്ചുകൂടി. എന്നോട് പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അന്ന് സുലൈമാൻ മൗലവിയുടെ അടുത്ത് പോകണം. സുലൈമാൻ മൗലവിയുടെ അടുത്ത് പറഞ്ഞു, ഓനവിടെ പ്രശ്നം ഉണ്ടാക്കി വന്നിട്ടുണ്ട് ഞാനേ, അതുകൊണ്ട് ആ പരിപാടി നടക്കാൻ പാടില്ല, നിങ്ങൾ നേരെ വിളിച്ചു പറയണം എന്നറിഞ്ഞു. മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു മാഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, പരിപാടി തുടങ്ങാൻ പോവാണ്. മഗ്‌രിബിന് ശേഷം എല്ലാം റെഡിയായി നിൽക്കുമ്പോൾ ഒറ്റ ഫോൾ, ഞാനാ പറയുന്ന അപ്പരിപാടിയിൽ മോൻ പങ്കെടുക്കാൻ പാടില്ല, ഉസ്താദുമാരെ വെച്ച് കളിക്കുകയാണ്. ഫോൺ കട്ടാക്കി. ഞാനെങ്ങനെ പങ്കെടുക്കും? ഇവർ ഉസ്താദുമാരെ വെച്ച് നമ്മളെ ചങ്ങലയിലിടാൻ. പരിപാടി ഞാൻ തൊട്ടടുത്തിരുന്നു, പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വഹാബികൾ പിറ്റേന്ന് ആഘോഷിച്ചു. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇന്ന് മശായിഖന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പ്രബോധനത്തിന് ചങ്ങലക്കിടാൻ ഒരുത്തനുമില്ല എന്നതാണ് ഈ സംഘത്തിന്റെ വിജയം.